ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഇന്ന് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനാണ്. വേറെ എവിടെയല്ല, ആറ്റിങ്ങൽ ആയിരവല്ലി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. സോ അവിടെ വരെ ഒന്ന് പോവുകയാണ്. ആറ്റിങ്ങലിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ. വെള്ളാങ്കള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം ഉള്ളത്. കുറേ നടക്കാനും മലയൊക്കെ കയറാനുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം നല്ലതുപോലെ കയറാനുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ ഇവിടെ ഇരുന്ന് നോക്കി. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഏകദേശം പകുതി കയറി. ഇപ്പോൾ ഈ വീഡിയോനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റെയറൊക്കെ ഞങ്ങൾ തന്നെയാണോ കയറിയെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞങ്ങളിങ്ങനെ നടക്കാത്ത കൂട്ടത്തിലാണ്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് മലയ്ക്ക് കയറാം. ഇതിൻ്റെ മുകളിൽ വരുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട്. ആരാണ് ഈ ക്ഷേത്രം ഈ മലയുടെ മുകളിൽ കൊണ്ട് പണിതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മലയെല്ലാം കയറി വന്നതിൽ ഇപ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം ഇവിടെ കാണുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അമ്മേ എന്ത് ഭംഗിയാണെന്നറിയുമ്പോൾ കാണാനായിട്ട്. ഈ ആറ്റിൻ്റെ ഫുള്ള് കാണാം, അതായത് ഈ ലൊക്കാലിറ്റിയുള്ള എല്ലാം കാണാം. കാരണം അത്ര നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഫോഗൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും അല്ലേ കാണാനായിട്ട്. ഞങ്ങൾ വന്നപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു, കുറച്ച് വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ 4 ടൈമിലാണ് ഇവിടെ വന്നത്. സോ അതുകൊണ്ട് നല്ല വെയിലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഇവിടുത്തെ വ്യൂസൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് ഭീമൻ്റെയോ എന്തോ കാൽപാദമാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്കിത് കറക്റ്റ് അറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം. ഇത് ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ കൂടെയാണ് ഇനി മലയുടെ മുകളിൽ കയറേണ്ടത്. ക്ഷേത്രം ഇപ്പോൾ ക്ലോസ്ഡാണ്. ഞങ്ങൾ ഇത് ഓപ്പൺ ആവുന്ന ടൈമിലല്ലല്ലോ വന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മോർണിംഗ് വരിക, ഇല്ലെങ്കിൽ ഈവനിങ് ഒരു 5 o'clock ഒക്കെ ആകുമ്പോൾ വരിക. അപ്പോൾ ഈ സൺസെറ്റൊക്കെ കണ്ടിട്ട് പോവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് നേരം അമ്പലത്തിൻ്റെ മുകളിൽ കയറി കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്കിതിൻ്റെ മുകളിൽ ഇനിയും കയറാമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ കുറേ നേരം ഇവിടെ കൺഫ്യൂസ്ഡായി നിന്ന് പോയി. കാരണം എങ്ങനെയാണ് പോകുന്നത്, എങ്ങോട്ടാണോ എന്നും അറിയില്ല. ഇതാണ് അമ്പലത്തിൻ്റെ മുകളിലുള്ള വ്യൂ. ഇത് തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ നിന്നത് വഴി കണ്ടുപിടിച്ച് ഞങ്ങളത് വീണ്ടും മുകളിലേക്ക് കയറി. കിടക്കുന്നു. അപ്പോൾ അതിനേക്കാളും ഭംഗിയുള്ള വ്യൂ ഇത് ഇവിടെ നിന്നാ കേട്ടോ. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ഫുള്ള് കാണാമെന്ന് തോന്നുന്നു. കാരണം നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. സോ തിരിച്ച് ഞങ്ങളതൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ വന്നത് ഈ റോഡും കാറൊക്കെ വരുന്ന വഴിയാണ്. പിന്നെ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവിടെ വണ്ടി വരുമെന്നുള്ളത്. അങ്ങനെ തിരിച്ച് ഞങ്ങളത് വീട്ടിൽ പോകാൻ